ഇന്ന് നമ്മുടെ കേരളത്തിൽ ഈ ചാനലുകളിൽ കാണുന്നത് നിലനിൽപ്പിന് വേണ്ടി പോരാടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എഡിറ്ററായിട്ട് ഒരു സ്ഥാപനത്തിൽ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ആ എഡിറ്ററായിട്ട് നിലനിന്നുകൊണ്ട് ആ ചാനലിനെ പൊക്കിക്കൊണ്ടുവരിക, നിലനിൽപ്പിന് വേണ്ടി പോരാടുക, അയാളുടെ ആ സ്ഥാനം നിർത്താൻ വേണ്ടിയിട്ട് ഏത് വൃത്തികേടുകൾ വേണമെങ്കിലും കാണിക്കും. എന്ത് വൃത്തികേടാണെങ്കിലും റേറ്റിംഗ് കയറിയാൽ മതി. മനസ്സിലായി? ഇത് അതിദാരിദ്ര്യത്തിൽ നിന്നുണ്ടാകുന്നൊരു പ്രശ്നമാണ്. നമ്മുടെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നെങ്കിലും ഇത്രയും കൂടുതൽ ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹം വേറെയില്ല. അപ്പോൾ ഈ എൻ്റെ പൊസിഷൻ പോകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ ഇതെല്ലാം കാണിക്കുന്നത്. ഒരു സമൂഹം ഏതെങ്കിലും രീതിയിൽ വളരെ രീതിയിൽ മോശമായിട്ട് പോവുകയോ അതല്ലെങ്കിൽ ജീർണതയിലേക്ക് പോവുകയോ ചെയ്യുന്ന സമയത്ത് ആ സമൂഹത്തിൻ്റെ ജീർണതയെ എന്താണ്, ഏത് അംശമാണ് ആ ജീർണിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയുക. അതിന് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ കാണിക്കുന്ന ഈ ഗിമ്മിക്കുള്ള വ്യക്തികൾക്ക് സാധ്യമല്ല. അപ്പോൾ എന്ത് ഘടകമാണ്, അതായത് ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഇന്ന് വർത്തമാനകാലത്തിൽ വേണ്ട സംഗതിയാണ് ഒരു മാധ്യമപ്രവർത്തകന്. കാര്യം അതിസൂക്ഷ്മമായ ഏതെങ്കിലും ഘടകങ്ങളായിരിക്കും ഈ ഒരു സമൂഹത്തെ ജീർണതയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്നിപ്പം ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ ഈ ആത്മഹത്യ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. CJ റോയ് ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ അതിദാരിദ്ര്യം അനുഭവിച്ച വ്യക്തിയാണ് CJ റോയ്. ആ അതിദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഏതൊക്കെയോ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപാടുകളുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് എപ്പോൾ നോക്കിയാലും പുറത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കത്തുള്ളായിരുന്നു, അല്ലേ? വിജയ് സ്വയം പ്രകടിപ്പിച്ചുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പുറത്തു പറയാൻ അദ്ദേഹം നിൽക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അതെന്തുകൊണ്ടാണ്? ഈ നിലനിൽപ്പിനുള്ള ഭീഷണിയാണ്. എവിടെയാണോ നിൽക്കുന്നത് അത് നിലനിർത്താനുള്ള ശ്രമമാണ്. അപ്പം ഇതാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന സാധനം. അല്ലാതെ നമുക്ക് ഭക്ഷണം കിട്ടാത്തൊക്കെ ദാരിദ്ര്യമാണ്, പക്ഷേ അത് വർത്തമാന കാലഘട്ടത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണ്.